ഹലോ, വെൽക്കം ടു പർച്ചേം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ഈ ചെയറിൻ്റെ ഈ ബാർ സ്റ്റൂൾ ആക്ച്വലി കണ്ടെന്നുണ്ട്, അതിൻ്റെ മേക്ക് ഓവർ വീഡിയോ ആണ്. അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്, ഫ്രണ്ട് ഇത് കംപ്ലീറ്റ്ലി റീഅപ്ഹോൾസ്റ്റർ ചെയ്തതാണ് ഞാൻ തന്നെ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഈ ചെയർസ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു മോഡൽ ഹൗസിൽ നിന്ന് 2010 വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് 2016 ഞാൻ കംപ്ലീറ്റ് ഈ മുകളിൽ കാണുന്ന ഫാബ്രിക് ഇല്ലേ, ചിയാങ് മായ് എന്നാണ് ഡ്രാഗണിൻ്റെ പ്രിൻ്റൽ ഫാബ്രിക്, അത് വെച്ചിട്ട് അപ്ഹോൾസ്റ്റർ ചെയ്തു. അതൊരു 2019 അവസാനമായപ്പം ഞാനത് കറക്റ്റ് ഫാബ്രിക് അല്ല യൂസ് ചെയ്തത്, അപ്ഹോൾസ്റ്ററി ഫാബ്രിക് അല്ല യൂസ് ചെയ്തത്. അത് കാരണം അത് പിഞ്ഞി പോയതേ ഫുള്ള്. രണ്ടാമത് അപ്ഹോൾസ്റ്റർ ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ ഈ സീറ്റിൻ്റെ കഷ്ണം മാത്രം അപ്ഹോൾസ്റ്റർ ചെയ്തു ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട്, ഈ ഗ്രേ കളർ ഫാബ്രിക്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു പൈപ്പിംഗ് ഇല്ലേ, അത് പഴയത് തന്നെ റീയൂസ് ചെയ്തു. അത് കാരണം കുറേ നാൾ ഇതിങ്ങനെ ഒരു മിസ്മാച്ച് കളറിൽ ഇരുന്നിരുന്നേ. ഇപ്പോൾ അത് ഇതും പിഞ്ഞി തുടങ്ങി, അപ്പം മാറ്റാറായി. അപ്പോൾ ഏതായാലും മൊത്തം മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം തന്നെ ഈ കോഡ് പറിച്ച് കളയലാണ്. ഇതിൻ്റെ പേര് ബെൽറ്റ് കോഡ് എന്നാണ്. ഇത് വെറുതെ കുറച്ചൊരു ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വന്നോളൂ. ഹോട്ട് ഗ്ലൂ അത്രയ്ക്ക് ഒട്ടിപ്പോയിട്ട് അടിയിൽ നിന്ന് പറഞ്ഞു വരിക, സ്റ്റേപ്പിളപ്പാട് മൊത്തം വരിക, അത്രയ്ക്ക് സ്ട്രോങ് ഹോട്ട് ഗ്ലൂ. സാധാരണ ഇത് മാത്രം അങ്ങ് പറഞ്ഞു തരണ്ട. നമ്മൾ നേരത്തെ ഇതിൻ്റെ ആ ഒരു കോഡിങ് റിപ്പ് ചെയ്തില്ലേ, അപ്പോൾ തന്നെത്താൻ പൊളിഞ്ഞു വന്നതാണ്. കണ്ടോ അറിയില്ല, കണ്ട ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്റ്റേപ്പിൾ നമുക്കൊരു പ്ലയേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പറിച്ചിടാൻ പറ്റും. ഇത് ബോഡി പൊട്ടിയ സ്റ്റേപ്പിളല്ലേ, ഇല്ലാത്തത് എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരാം. ഇത് സ്റ്റേപ്പിൾ റിമൂവറാണ്. ഇത് നമ്മൾ സ്റ്റേപ്പിളിൻ്റെ അടിയിൽ ഇത് തന്നെ പോവുക, കണ്ട. എൻ്റെ ഇത് താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴേക്ക് പോയി അത് ഇവിടേക്ക്. കാരണം നമുക്കിത് എടുക്കാൻ പറ്റുന്ന. അപ്പോൾ അടിയിൽ നിന്ന് നമ്മൾ പൊക്കി എന്നിട്ട് നമ്മൾ താഴേക്ക് ആക്കുന്നത് കണ്ട. ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിലത്തെ തുണിക്കൊന്നും പറ്റിയിട്ടില്ല. ബാക്ക് സൈഡിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് റിമൂവ് ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ വയ്ക്കുകയാണ്. പക്ഷെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് എനിക്കിപ്പോൾ പെയിൻ്റ് അടിക്കണം. അപ്പോൾ ബാക്കിൽ പെയിൻ്റ് ആവാണ്ടിരിക്കാനായിട്ട് ഞാനൊരു പേപ്പറും വെച്ചിട്ട് പെയിൻറ്റേഴ്സ് ടേപ്പും വെച്ച് കവർ ചെയ്തു. അപ്പം ഇത് ഈ എഡ്ജ് വരെ ടേപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ തുണിമ തീരെ പറ്റാണ്ടിരിക്കാനായിട്ട് കേട്ടോ. എനിക്കറിയില്ല ഇങ്ങനെ കാണുമോ. ഓക്കെ, ചിലയിടത്തൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള, പക്ഷെ സാരില്ല, അറ്റ്ലീസ്റ്റ് അത് കാണില്ലല്ലോ. ഈ ഒരു പെയിൻ്റാണ് പണ്ട് ഞാൻ യൂസ് ചെയ്തത്. ചോക്ക് പെയിൻറ്റ് തന്നെയാണ്, ആനീസ് ലോൻ്റെ അല്ല. ആസ് യു ക്യാൻ സീ ഇറ്റ് ഈസ് വോൺ ഔട്ട്. ഇതിൻ്റെ ഫിനിഷ് ഞാൻ ആനീസ് ലോൻ്റെ വാക്സ് ആണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു കസേരയ്ക്ക് ആ ഒരു ഫിനിഷ് വർക്ക് ചെയ്യില്ല എന്നാണ് എൻ്റെ അനാലിസിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ട്രാഫിക് ഏരിയയിൽ ഇത്രയും പ്രൊട്ടക്ഷൻ പോരാ. അപ്പം ഞാൻ ചോക്ക് പെയിൻറ്റ് ചെയ്തിട്ട് വാക്സും അപ്ലൈ ചെയ്തിട്ട് ഐ എം ആക്ച്വലി ഗോൺ പുട്ട് പോളിയൂറത്തിൻ കോട്ടിങ്. അപ്പോൾ പിന്നെ അനങ്ങില്ല. ഈ ഒരു ഇഷ്യൂ എനിക്ക് വരില്ല. അതാണ് എനിക്ക് കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധമാണത്. പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു തുണി വെച്ചിട്ട് നനച്ച് തുടച്ചിട്ടുണ്ട് ഇതിൻ്റെ പൊടിയൊക്കെ കളയാനായിട്ട്. സോ നൗ ഇറ്റ്സ് റെഡി ടു ബി പെയിൻറ്റഡ്. ഇതിപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് ഇരിക്കുന്ന പെയിൻ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ ശരിക്കും ഷെയ്ക്കൊക്കെ ചെയ്തിട്ടാണ് തുറന്നത്, എന്നാലും അടിയിൽ അത് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് അല്ല, ചാർക്കോളാണ് കേട്ടോ. ഈ റഫായിട്ടിരിക്കുന്ന നിങ്ങൾ പേടിക്കാൻ ഒന്നും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ബാറ്റിംഗ് വെച്ചിട്ട് സ്പഞ്ച് വെച്ചിട്ട് തിരിച്ച് സ്റ്റേപ്പിൾ ചെയ്യുമ്പോൾ ഇവിടേക്കാണ് വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഏരിയയും കൂടി മറ്റേ പൈപ്പിംഗ് വെച്ചിട്ട് കവർ ചെയ്യും. കോഡിംഗ് ഇല്ലേ, നമ്മൾ ആദ്യം റിമൂവ് ചെയ്ത സാധനം. ഒരു സൈഡ് മുഴുവൻ ഫിനിഷ് ചെയ്തിട്ടേ ബാക്കിൽ പോവല്ലോ. അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ തിരിച്ച് വെച്ചിട്ട് ഇപ്പം തന്നെ ചെയ്യുന്നത്. ഇത് ഒരു കോട്ട് വെച്ച് തന്നെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഓൾറെഡി പെയിൻറ്റ് കുറച്ച് ആ റഫ് മെയിൻ സ്ഥലങ്ങളിലൊക്കെ പോയതുകൊണ്ട് 2 ഒന്ന് അടിക്കും. ഇത് ഉണങ്ങിയിട്ട് ഒരു കോട്ടും കൂടി കണ്ട. അത് നമ്മൾ ചോക്ക് പെയിൻറ്റ് ഭക്ഷണമല്ല, പിന്നെ പോയി തൊടാൻ പറ്റില്ല, ഉണങ്ങണ അത്. എനിവേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കണ്ട ഇങ്ങനെ അടിക്കുമ്പോൾ ഫാബ്രിക് തൊടും. അൺലെസ് യു ഗോൺ യൂസ് ലൈക്ക് എ വെരി തിൻ ബ്രഷ്. അതാണ് ഞാനത് കവർ ചെയ്ത് വെച്ചത്. ഇപ്പോൾ നമ്മൾ 2 കോട്ട് ചോക്ക് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞു. അതെല്ലാം കംപ്ലീറ്റ് ഡ്രൈ ആയി. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഷൈനൊന്നും ഇല്ലല്ലോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്സ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഡ്രൈ ആയിട്ട് ചോക്കി ആയിട്ട് ഇരിക്കുന്നത്. അതാണ് ചോക്ക് പെയിൻറ്റ് കേട്ടോ. ഞാനിത് പണ്ട് ഡ്രസ്സർ പെയിൻറ്റ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാക്സ് ചെയ്യാത്ത സ്ഥലം കണ്ടോ, ലൈറ്റർ കളർ. ഈ കറുപ്പ് ഡീപ്പായത്
ഇവിടെ വാക്സ് ഉള്ളതുകൊണ്ടാണ്. ഈ 2 ഭാഗത്ത് ഇവിടെ ലൈറ്റ് ആയത് വാക്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ചോക്ക് പെയിൻറ്റ് വാക്സ് ഡാർക്ക്. അഗൈൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ ഞാൻ ആ ചുവന്ന ഡ്രസ്സർ പെയിൻ്റ് അടിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നില്ല. കണ്ട ഒരു ഞാൻ പറഞ്ഞേക്കും. വാക്സ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് ഇതാണ്. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ആ ഗ്രേ കളറൊക്കെ മാറി, ചോക്കിനെസ് മാറി, നല്ല റിച്ച് ബ്ലാക്ക് കളറായില്ലേ. കഴിഞ്ഞ 2 തവണ ചെയ്തപ്പം ഈ കുഷ്യൻ ഒന്നും ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 14 ഇയേഴ്സ് ആയിട്ടുണ്ടാവും നമ്മൾ വാങ്ങിച്ചിട്ട് എനിക്കൊന്ന്. അത് കാരണം ഇത് ഈ ഒരു കുഷ്യൻ ശരിക്ക് താഴ്ന്നു. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ എനിക്കൊന്ന് കറക്റ്റ് വേ മേ ബി ഇത് മുഴുവൻ പറിച്ചു വന്നിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എനിക്ക് അത്രയ്ക്കുള്ള ഇതില്ല, അറിഞ്ഞുകൂടാ. അത് കാരണം ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിനെ കുറച്ചൊരു എക്സ്ട്രാ ലെയറും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് ആസ് യു ക്യാൻ സീ ഇറ്റ്സ് ഗോൺ ഡൗൺ സോ മച്ച്. ഇരിക്കുമ്പോൾ ഒട്ടും ഇത് കുഷ്യനില്ല. അപ്പോൾ അതിന് ഇത് എങ്ങനെയാണ് അതിന് ചെയ്ത് കഴിഞ്ഞാലുണ്ടാവുക. ഇത് നിങ്ങൾക്ക് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എത്ര താഴ്ന്നായിരിക്കുന്നത്. ഇത് നല്ല 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 സോളിഡ് നല്ല കുഷനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് ഇതാണ് എൻ്റെ എന്താണ് പോളി ഫോം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കണ്ട തിക്നെസ് കുറവുള്ള ഒരു 1 ഇഞ്ച് തിക്നെസ് ഉള്ള ഒരു ഫോമാണ് വാങ്ങിച്ചത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ബേസിക്കലി സ്പഞ്ചിൻ്റെ കുഷനാണ് നമ്മൾ നാട്ടിൽ പറയുന്ന സ്പഞ്ച് കുഷനില്ലേ. ഇത് ഇത്രയും തിക്കാണ്, കണ്ട. ഞാൻ മുറിച്ചെടുത്താണ്. മുറിക്കാൻ സാധാരണ അത്ര വെച്ചിട്ട് മുറിക്കാൻ പറ്റും. ഈ സ്പഞ്ച് നമ്മൾ ഈ കുഷ്യൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ആദ്യം വെച്ച് പിന്നെ ബാറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം. ഇതാണ് പഴയ തുണിയാണ്. റോള് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ബാറ്റിംഗ്. കുഷ്യൻ റാപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇത് അതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റേപ്പിൾ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പഞ്ചിലേക്ക് സ്റ്റേപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കൂല. അപ്പോൾ ഇത് മുകളിൽ വെച്ചിട്ട് ഇതിനാണെങ്കിൽ അത്രയും കട്ടിയില്ല. ഇത് വെറുതെ ഒരു ലെയറാണ് തുണി. അതാണ് ഇത് ഈ കാണുന്നത്. അത് മുകളിൽ വെച്ചിട്ട് ഇത് നമുക്ക് സ്റ്റേബിൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സീറ്റിൻ്റെ കുഷൻ ചെയ്യുക. ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ബിക്കോസ് ഇതിനുള്ളിലേക്ക് ഞാൻ ആ ഷേപ്പ് കട്ട് ചെയ്യാണ്ട് നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ 2 സൈഡിലും കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഐ മെഷർ ഹൗ മച്ച്. ഇതിപ്പോൾ എൻ്റെ ഒരു പകുതി വിരൽ ഇത്രയും വേണം എനിക്ക്. അപ്പം ഇത്രയും ടെക്നിക്കലി ഐ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇത് ഒറ്റയ്ക്കൊരു കഷ്ണമായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. സ്ക്വയർ പീസായിട്ട് കറക്റ്റ് ഒരു കസേരയ്ക്ക് വേണ്ടി മാത്രം. ഞാനിത് റോള് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റോള് 2-3 കസേര ചെയ്യാനുണ്ട്. അപ്പം പിന്നെ എനിക്ക് കൂടുതൽ ആവശ്യം വന്നാലോ, അപ്പോൾ ഇത് ചീപ്പായിട്ട് പോയത്തെ റോളെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു കസേര കൊണ്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. നോക്കുകയാണെങ്കിൽ 3 കസേര ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൽ ഒരു ട്രിക്കി പാഡ് എന്ന് പറയാൻ ഉള്ള ഒരു സാധനം. മുറിച്ച് കളയുന്നില്ല, ഞാൻ വെറുതെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അതെ, ഈ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് മുറിച്ചില്ലെങ്കിൽ സീരിയസ്. ഇത് ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതേ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. എനിക്കിവിടെ കുഷനില്ല. അപ്പോൾ അത് കാണില്ല, നമ്മൾ തുണി അതിൻ്റെ മുകളിൽ വരുമ്പം കാണില്ല. പക്ഷെ എന്നാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് മുറിച്ച് ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. ഷാർപ്പി എടുത്തിട്ട് അത് വരയ്ക്കും. ഇവിടെ 2. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഇതിനെ ടെംപ്ലേറ്റ് കിട്ടിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുണി പറിച്ച് നമ്മൾ റിമൂവ് ചെയ്യില്ലേ പഴയ തുണി, അത് സാധാരണ ഇൻടാക്റ്റ് ആയിരിക്കും പറിക്കുമ്പോൾ. ഇത്തവണ എൻ്റെ കീറിപ്പോയി. അത് കാരണമാണ് എനിക്ക് അത് ഒരു കട്ടിങ്ങിന് ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്. അതുണ്ടായിരുന്നെങ്കിൽ അത് മതിയാകും ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഷേപ്പ് കിട്ടണ്ടേ. ഇത് ഇവിടം വരെ എനിക്ക് വരണം, ഇതിൻ്റെ നീളം. അതിൻ്റെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഞാൻ വെറുതെ ഇതിൻ്റെ അടിയിൽ കൂടി ഇത്തിരി ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ വരയ്ക്കുക. ഞാൻ കറക്റ്റ് ഈ എഡ്ജ് വെച്ചിട്ടാണ് വരച്ചേക്കുന്നത്. അപ്പം മുറിക്കുമ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ച് അലവൻസും കൂടി വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഞാനപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് അലവൻസോടെ വെട്ടും. സോ അല്ലേ, ഇത് അത്ര വലിയ മൂർച്ചയുള്ള കത്തി പോലും ഇല്ല, എന്നിട്ട് കത്തി പോലും ഇല്ല. ഇനി ബാക്കി നമുക്ക് സ്റ്റേപ്പിൾ ചെയ്തിട്ട് വെട്ടിക്കളയും. ഇതേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഐഡിയ പോയത്. വെറുതെ ഫുള്ള് മുറിക്കാതെ ഇത്രയും മുറിച്ചാൽ മതി. എന്നാലും നമുക്ക് കറക്റ്റ് സ്നഗ്ഗായിട്ട് പിക്ക് ചെയ്യുന്ന കുറച്ചും കൂടി നല്ല വൃത്തിയാവും. നോട്ട് എ ബിഗ് ഡിഫറൻസ്, ബട്ട് ഐ ഷോ യു. ഇത് കണ്ടോ, ഇതാകുമ്പം എനിക്ക്
മറ്റേ നേരത്തെ ഗ്യാപ്പ് വരാണ്ടിരിക്കാനായിട്ട് പറ്റും. ഇതിവിടെ പിന്നെയും കണ്ട ഞാൻ ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ ഗ്യാപ്പായി, മുറിച്ചളഞ്ഞാലുള്ള പ്രശ്നം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം ഇവിടെ മറ്റേ പ്രശ്നം സോൾവായി ഞാൻ മുറിച്ചതിന്. പക്ഷേ ഇവിടെ കുറച്ച് കറക്റ്റാണ്. ചെടി വേണം നന്നായിരുന്നേനെ. ബട്ട് എനിവേ ഇനിയിപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ആ വരയുടെ മുകളിൽ കൂടി കറക്റ്റ് ഷേപ്പായിട്ട് വെട്ടാൻ പോകണം. നമ്മൾ ആ ഔട്ട്ലൈൻ അനുസരിച്ചിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതത്ര പെർഫെക്റ്റായിട്ട് മാച്ചണമെന്നൊന്നുമില്ല. ബിക്കോസ് ഇവിടെ ആക്ച്വലി ഇത്തിരി കൂടുതലാണ്. മേ ബി ഐ തിങ്ക് ഐ ക്യാൻ കുറച്ച് മുറിച്ച്. അപ്പം ബാറ്റിങ്ങിൻ്റെ മുകളിൽ വന്നിട്ട് ബാറ്റിംഗ് ആണ് നമ്മൾ സ്റ്റേപ്പിൾ ചെയ്യുക. അത് സ്റ്റേപ്പിൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റേപ്പിൾ ചെയ്യാനുള്ള സ്ഥലം. അപ്പം നമ്മൾ ഒരു തവണ ഈ ബാറ്റിംഗ് സ്റ്റേപ്പിൾ ചെയ്യും, പിന്നത്തെ തവണ തുണി സ്റ്റേപ്പിൾ ചെയ്യും. അപ്പം നമുക്ക് 2 സ്റ്റേപ്പിൾ ലെയർ റോ വരേണ്ട ആവശ്യമുണ്ട്. അപ്പം ആദ്യത്തെ സ്റ്റേപ്പിൾ കുറച്ച് മുകളിലേക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. കണ്ട ഇവിടെ ഇങ്ങനെ ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബാറ്റിംഗ്, ഈ ഇവർ പറയുന്നത് കുഷൻ റാപ്പ് എന്നാണ്, പോളിഫിൽ എന്ന് പറയും, ബാറ്റിംഗ് എന്നൊക്കെ പറയും അല്ലേ. ഇങ്ങനത്തെ ഒരു ഷീറ്റാണ്. നമ്മൾ മറ്റേന് ചെയ്ത പോലെ തന്നെ വി ഹാവ് ടു കട്ട് ദ ഷേപ്പ്. ഇതും ഇത്രയും പോരാ, കണ്ടോ ഇത്ര പോരാ, ഇത് കുറച്ചും കൂടി കൂടുതലാണ് എനിക്ക്. കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് സ്റ്റേപ്പിൾ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പിടിച്ച് ടൈറ്റായി പിടിക്കാൻ മാത്രം ഫാബ്രിക്കും വേണം. ഈ ഒരു ഭാഗത്ത് മാക്സിമം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മളിത് വരച്ച് എടുക്കുകയാണ്. നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയി ഇട്ടുക, വരയ്ക്കുക. നമ്മൾ ഇവിടെ അതെ ഇതിന് നമുക്ക് കറക്റ്റായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലിറ്റ് മാത്രം ഇടുക ആ ഒരു ഏരിയയിൽ. എന്നിട്ട് ഈ ഇങ്ങോട്ടേക്ക് മാത്രം വെട്ടുക. ഇനി ബാക്കി നമുക്ക് സ്റ്റേപ്പിൾ ചെയ്തിട്ട് മുറിച്ചോളാം. ഇവിടെ ഇതേപോലെ തന്നെ ഇപ്പം കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റേപ്പിൾ ഗൺ. ഇലക്ട്രിക് സ്റ്റേപ്പിൾ ഗണ്ണാണ്. ഹാൻഡ് ഹെൽഡ് മാനുവൽ സ്റ്റേപ്പിൾ ഗൺ വെച്ച് ചെയ്യാം, പക്ഷേ ഇതാണ് എളുപ്പം, മറ്റേ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം നോക്കിയേ ഇവിടെ വെച്ചപ്പോൾ ഇത് ഇത്തിരി വലുതാണ്. ഇവിടെ കണ്ട ഈ ഒരു കോർണറിൽ ഞാൻ അടിച്ചു വരുമ്പം ഇതിൻ്റെ മുകളിൽ കൂടി വൃത്തിയില്ലാണ്ട് വരും. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ മുറിച്ച് കളയണം. ഇതിപ്പോൾ ആദ്യത്തെ സെക്ഷൻ ചെയ്യുന്നതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് ഈ ഒരു ലെയറിനും പിന്നെ ഫാബ്രിക്കിനും രണ്ടും കൂടി ഷേപ്പിൾ ചെയ്യാൻ ഇത്ര സ്ഥലമുള്ളൂ. അപ്പോൾ നമ്മൾ ടൈറ്റായി പിടിച്ചാൽ മതി വെക്കാൻ. ഇപ്പോൾ ഇതിനൊരു ആംഗിൾ ഉണ്ട്, ആ ആംഗിൾ കറക്റ്റായി കിട്ടണം. വിരൽ മാറ്റി വയ്ക്കുക. എടുത്തോ ഓക്കെ. ഇത് നല്ല ടൈറ്റായി പിടിക്കണം, എന്നാലേ ഫുള്ള് കയറുള്ളൂ. ഇപ്പം നമ്മൾ ഇത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മനസ്സിലാവുന്നില്ല ഇവിടെ, പക്ഷെ എന്നാൽ നമുക്ക് ഇത്തിരി പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ള് പോകും. നമുക്ക് ഉറപ്പില്ലെങ്കിൽ പോളിയൂറത്തീൻ സീൽ ആണത്. ഇത് എനിക്ക് തിളങ്ങുന്നത് അത്ര ഇഷ്ടമല്ല. അതിൻ്റെ മുകളിൽ ഭയങ്കര ഈ ഒരു മിറർ ഫിനിഷ് പോലത്തെ ഒരു ഫിനിഷ് ഉണ്ട്. അത് കാരണം ഞാൻ മാറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതാകുമ്പോൾ ഒരു ഡള്ള് ഫിനിഷ് ആയിരിക്കും, പക്ഷേ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ് ഇത്. ഈ ഒരു ബ്രാൻഡ് വാരത്തൈൻ്റെ പോളിയൂറത്തീൻ ഇതിൽ ഇവിടെ എഴുതിയിട്ടില്ല, ബട്ട് ഇവിടെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട് വാട്ടർ ബേസ്ഡ് പോളിയൂറത്തീൻ ആണ്. ബിക്കോസ് വാട്ടർ ബേസ്ഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷും ഒക്കെ എളുപ്പത്തിൽ വെള്ളത്തിൽ കഴുകാം. ഇല്ലെങ്കിൽ സാധാരണ പോളിയൂറത്തീൻ സ്പിരിറ്റ് വേണം ബ്രഷൊക്കെ കഴുകണമെങ്കിൽ. അതുമല്ല നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റാഗിലോ തുണിയിലോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യണം പ്രോപ്പർലി. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് റെഗുലർ പോളിയൂറത്തീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇത് വാട്ടർ ബേസ്ഡ് ആണ്. അപ്പം ഐ ജനറലി പ്രിഫർ ദിസ് ബിക്കോസ് ഇറ്റ്സ് ഈസിയർ. തുറന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു മിൽക്കി കളറാണ്, ഭയങ്കര വാട്ടറിയാണ്. നമ്മൾ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം തുറക്കാനായിട്ട്. again ഇതൊരു സാധാരണ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രിഫറബിളി ഒരേ ഡയറക്ഷനിൽ പോകുക, അത്രയേ ഉള്ളൂ. കുറച്ച് ബബിൾസ് വരുന്ന പോലെ തോന്നും. അതുമല്ല ഇപ്പം നല്ല ക്ലിയർ ആയിട്ടല്ലല്ലോ, ഒരു മിൽക്കി കളറായിട്ടല്ലേ കാണുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഡ്രൈ ചെയ്തോളൂ. ബിക്കോസ് ഇറ്റ്സ് എ ഹൈ ട്രാഫിക് ഏരിയ ഐ എം ഗോൺ ടു ഡു 2 coats. ഇവർ പറഞ്ഞേക്കുന്നത് വിത്തിൻ
3 to 4 hours ഇത് ഡ്രൈ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ കോട്ട് അടിക്കാം. ഞാൻ ഉണ്ടായിരുന്ന സ്പഞ്ച് തന്നെയാണ് റീയൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എക്സ്ട്രാ അലവൻസ് എടുക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ അളവെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെയാണ് നിൽക്കുന്നത്. കണ്ടോ ലൈന് പോയി, ചോക്ക് ലൈൻ ഉണ്ടായിരുന്നത്, യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഈ ഔട്ടർ മെഷർ. പക്ഷെ അതിലും എക്സ്ട്രാ എടുത്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വെച്ചിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊന്ന് ഇത്തിരി കെയർഫുള്ളായിട്ട് ചെയ്യണം, ബിക്കോസ് ആദ്യം മുകളിലും താഴെയും ഇങ്ങനെ ചുളുങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മൾ വലിച്ച് പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു ഫീലാണ് ഇവിടെയാണ് അടിക്കേണ്ടത്. കണ്ടോ, ഞാൻ കൈ വെച്ച് പിടിച്ചിട്ട് അതിൻ്റെ അടുത്ത് ആദ്യം ആ ഒരു എവിടെയാണ് സ്പേസ് കിട്ടാൻ ഇത്തിരി പണിയാവും. ഇത് കയറി കറക്റ്റ് ഇത്തിരി കയറാണ്ട് ബാക്കി അത് ഇത് കേവുള്ള കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഹോൾ ഏരിയ സ്റ്റേപ്പിൾ ചെയ്ത് കഴിഞ്ഞു. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഞാൻ പറഞ്ഞ പോലെ, പക്ഷേ ഒരു കാര്യം കാണിച്ചു തരാനായിരുന്നു. നമ്മൾ ഇനി എക്സ്ട്രാ ഫാബ്രിക് മുറിച്ച് കളയും. അപ്പം ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് സ്റ്റേപ്പിൾ ചെയ്യാൻ പറ്റി, ആ കറക്റ്റ് ഈ എൻഡിൽ. വേറെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത്തിരി കയറി പോയിട്ടുണ്ട് ഇവിടെ. അത് കുഴപ്പമില്ല, നമ്മൾക്കത് വി ആർ നോട്ട് പ്രൊഫഷണൽസ്, അതുകൊണ്ടാണ് നമുക്കങ്ങനെ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തത്. ഇത് ഇങ്ങനെ ആയാൽ പ്രശ്നമൊന്നുമില്ല, നമ്മളൊരു കോഡിങ് വെച്ചിട്ട് ഇത് മുഴുവൻ കവർ ചെയ്യും. അപ്പം ഇനി ഇറഗുലാരിറ്റീസ് നമുക്ക് അത് വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അടുത്ത് ഇത്തിരി മാത്രം വെച്ചിട്ട് എക്സസ് ഫാബ്രിക് വെട്ടിക്കളയണം. നമ്മൾ സീറ്റ് കവർ ചെയ്യാനുള്ള ഫാബ്രിക് ഷേപ്പിൽ നിന്നല്ല കട്ട് ചെയ്തേക്കുന്നത്, ഒരു റെക്ടാങ്കുലർ പീസ് ഓഫ് ക്ലോത്ത് അതിന് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ചെയ്തേക്കാണ്. ഇതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എക്സിസ്റ്റിംഗ് ഫാബ്രിക് പറിച്ചെടുത്തപ്പം കീറിപ്പോയി. അപ്പം നല്ലൊരു ടെംപ്ലേറ്റിൻ്റെ അടുത്ത് ഇല്ല അത് ഉണ്ടാക്കാനായിട്ട്. ഇവിടെ വരെ അടിക്കേണ്ട ആവശ്യമുള്ളൂ, പക്ഷേ എക്സ്ട്രാ ഫാബ്രിക് എടുത്തിട്ട് ഞാൻ വലിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ഏറ്റവും ക്ലീനസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദിസ്, അഗൈൻ പല കസേര ചെയ്തിട്ടുള്ള അനുഭവം കൊണ്ട് പറയാണ്, ഈ അറ്റത്ത് മാക്സിമം നമ്മൾ വലിച്ചു പിടിക്കുക. എന്നിട്ട് ഇവിടേക്ക് എവിടെയാണെന്ന് നമ്മളൊരു മാർക്കിങ് ചെയ്യാം. മറ്റേ ഫാബ്രിക് ചോക്കാണ്, അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല. ഇവിടെ വലിച്ചു പിടിക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഞാൻ വെട്ടുണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് പോകേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വെച്ച് കൈ ഉണ്ടോ, ഇവിടെയും ഞാനൊരു മാർക്ക് അറ്റം വരെ വെട്ടില്ല, പക്ഷെ അവിടെ എത്തുന്നവരെ ഇവിടെ നിന്ന് ഇങ്ങടേക്ക് ഒരു വെട്ടം വെട്ടും. ഇത് സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡു ഇവിടെ വരെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിങ്ങോട്ടേക്ക് പോകും. കണ്ട ഇവിടെ എക്സ്ട്രാ ഫാബ്രിക് വരും, ദാറ്റ്സ് ഓക്കെ. നമ്മൾ ആ എത്തുമ്പം ഒന്നല്ലെങ്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ ഒതുക്കി വയ്ക്കുക. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അഗൈൻ ഡോണ്ട് വറി, ബിക്കോസ് നമ്മൾ കോഡ് വെച്ചിട്ട് ഈ എല്ലാ വൃത്തിയായിട്ടും കവർ ചെയ്യും. ഇവിടെ പക്ഷേ കറക്റ്റായി കിട്ടണം, കുറച്ചുകൂടി വെട്ടേണ്ടി വരും എനിക്ക്. അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കി ഇങ്ങനെ തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ എക്സ്ട്രാ തുണിയുണ്ട്. അതിന് ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടക്കി നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്യില്ലേ, അതുപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീനായിട്ട് പാക്ക് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ വെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടം വരെ എത്തുമ്പം നിർത്തിയിട്ട് വി ഹാവ് ടു സ്റ്റാർട്ട് പ്ലേയിങ് അറൗണ്ട് വിത്ത് ദിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിച്ച് കഴിഞ്ഞ് നിൽക്കുമ്പോൾ വൃത്തിയോട് തോന്നാൻ പാടില്ല. അതുപോലെ നമ്മൾ ഈ സൈഡ് ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ടൈറ്റായി പിടിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നടുക്ക് കുറച്ച് സ്റ്റേബിൾ അടിച്ച് വെച്ചു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിങ്ങനെ ഫുള്ള് കിട്ടിയില്ലെങ്കിൽ ഇത്തിരി ടൈറ്റായി നിന്നോളൂ, നമുക്കിത് വലിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം. ബിക്കോസ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഞാൻ ചെയ്തേക്കുന്നത് കണ്ട ഫുൾ മുടിച്ചിട്ടില്ല, അത് ഞാൻ അങ്ങനെ തന്നെ ഉള്ളിലേക്ക് മടക്കി ടൈറ്റാക്കാൻ നോക്കിയതാണ്. ഇവിടെ അതെ, രണ്ട് സൈഡിലും അതെ, ഇവിടെ അതെ മടക്കി. ഇനിയിപ്പോൾ ഞാൻ പിടിച്ച് ഇത് ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കാൻ പാടില്ല, ടൈറ്റായി നിൽക്കണം. അപ്പോൾ മേ ബി അതിനെ കുറച്ച് ഉള്ളിലേക്ക് ഇതാക്കി പറഞ്ഞുകൊണ്ട് പെർഫെക്റ്റ് ആവണ്ട, പക്ഷെ ലൂസ് ഫാബ്രിക്കും പാടില്ല, ബിക്കോസ് ഇറ്റ്സ് ടൈറ്റായി നിൽക്കുക വേണം. ഇതിവിടെ നമ്മൾ മറ്റു സാധനം വെച്ച് കവർ ചെയ്യുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുത്തിയോട് മാറി കിട്ടും. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ഗുഡ് ഇനഫ്. ഞാൻ ഇവിടെയാണ് അടിക്കേണ്ടത്. ഓക്കെ, അതാ വേണ്ടി കേട്ടോ. അതെ, അതുകൊണ്ടാണ് കയറാൻ്റെ. ചെറിയ സൈസ് സ്റ്റേപ്പിൾ എന്നാണ് ഉദ്ദേശിച്ചത്. നേരത്തെ നമ്മൾ ഭയങ്കര വലുതായിരുന്നു ഉപയോഗിച്ചത്, അപ്പോൾ അത് ഫുൾ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നില്ല.
നല്ല ക്ലീനായി കയറുന്നുണ്ട്. അല്ല പക്ഷെ പറയാൻ പറ്റില്ല, മറ്റേത് കേവി സർഫസ് ആയിരുന്നു, ഇത് കേവി അല്ല. ഇനിയിപ്പോൾ ഇത് ഈ മടങ്ങി നിൽക്കുന്നത് കുഴപ്പമില്ല. ജസ്റ്റ് കൊണ്ട് പുൾ ഇറ്റ് ഡൗൺ. ഇവിടെയാണ് അടിക്കേണ്ടത് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ 2 ചെയറും കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇവിടെ കോഡിങ് ഒട്ടിക്കുന്നതിന് മുന്നേ എവിടെയെങ്കിലുമൊക്കെ ടച്ചപ്പ് ചെയ്യാനുണ്ടോ നോക്കണം. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത് എനിക്കറിയില്ല, അവിടുത്തെ പെയിൻറ്റ് പോയി. അപ്പോൾ അത് ടച്ചപ്പ് ചെയ്യണം. ഈ കസേരയ്ക്ക് ഒരു ചെറിയ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ടച്ചപ്പ് ചെയ്യാനായിട്ട്. ഇതിന് ഓഫ് കോഴ്സ് ഇവിടെ ഉണ്ട്. ബാക്കിൽ അടിയിലൊരു തുണി വെക്കാണ്ട് ചെയ്തിട്ട് അവിടുത്തെ പെയിൻറ്റ് കൂടെ ഉറഞ്ഞു പോയി. പിന്നെ ഇത് 2-3 സ്ഥലത്ത് ഇവിടെ കുറച്ച് ചെറിയ ടച്ചപ്പുകളുണ്ട്. അപ്പോൾ അത് ടച്ചപ്പ് ചെയ്ത് സീൽ ചെയ്തിട്ട് ഫൈനൽ ഇതാണ് നമ്മൾ എല്ലായിടത്തും ഒട്ടിക്കുന്നത്. ഇവിടെയൊക്കെ എല്ലാം കണ്ടില്ലേ, എല്ലാം ഷേപ്പിൾ ചെയ്തു. ഷേപ്പിളിങ് ഇസ് ഡൺ. ഇതാണ് നമ്മൾ വെൽ കോഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കോട്ടൺ ഫില്ലർ കോഡ് എന്ന് പറയും. കോട്ടൺ അല്ലാത്തത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേഗം ഊർന്നു പോകും. ഇങ്ങനെ ഇരിക്കും. ഇത് സീറ്റ് കുഷൻ്റെ വെൽ കോഡാണ് കാണുന്നത്. ഡബിൾ വെൽ കോഡിൽ 2 ഉണ്ട്. അത്രയും നീളമുണ്ട്, പിന്നെ അത്രയും നീളമില്ല നമ്മുടെ ഫാബ്രിക്കിന്. ഇത്രയും നീളം ഉള്ള കോഡ് കവർ ചെയ്യാനുള്ള ഫാബ്രിക് വേണമെങ്കിൽ അതിന് ഉള്ള ഒരു ട്രിക്കാണ് അടുത്തത്. നിങ്ങൾക്ക് ഈ ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഡയഗണലി ഒരു വര വരച്ചു. 3 ഇഞ്ചാണ് നമുക്ക് വീതി വേണ്ടത് ഈ വെൽക്കോഡ് കവർ ചെയ്യാനുള്ള ഫാബ്രിക്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് റഫ്ലി ഐ ജസ്റ്റ് ഡിഡ് ദിസ്. ഈ സ്കെയിൽ ഒരു തവണ തിരിച്ചിട്ട് അതാണ് 2ാമത്തെ ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, ഇങ്ങനത്തെ സ്ട്രിപ്പുകൾ കട്ട് ചെയ്യുക. ഇങ്ങനത്തെ സ്ട്രിപ്പ് കട്ട് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് 2ഉം കൂടി ചേർത്തടിച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഡിസ്റ്റൻസ് കിട്ടും. നമ്മൾ മുറിച്ച സ്ട്രിപ്പുകൾ ഇങ്ങനെ വയ്ക്കുക ഒരു എൽ ഷേപ്പിൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിപ്പിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക്, ഈ സ്ട്രിപ്പിൻ്റെ ഓക്കെ, ഇതിൻ്റെ നല്ല ഭാഗം താഴേക്ക്. സോ ബേസിക്കലി നമ്മൾ ഇങ്ങനെ തുന്നാൻ പോവാണ്. അപ്പോൾ ഇതിന് 2ൻ്റെയും നല്ല ഭാഗം ഒന്നിച്ച് ഒരേ സൈഡിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടിയിലത്തെ ഫാബ്രിക്കിൻ്റെ എഡ്ജെന്ന് ഇതിലേക്ക് കോർണർ നമ്മൾ ഈ വരച്ച വരയിൽ തുന്നും. തുന്നി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, മറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫുള്ള് ലെങ്ത്ത് ഒരൊറ്റ സ്ട്രിപ്പ് കിട്ടും. കണ്ടോ, ഞാൻ ആ 2 സ്ട്രിപ്പുകളും തുന്നിയിട്ടില്ല, ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വിടർത്തി വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും എൻ്റെ നീളം തികയുന്നില്ല. അപ്പം ഇനിയും ഒരു കഷ്ണം ഫാബ്രിക് ഇതേ രീതിയിൽ വെട്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ എഗൈൻസ്റ്റ് ഈച്ച് അതർ വച്ച് തുന്നണം. നമ്മളതേ ആ മാർക്ക് ചെയ്തെടുത്ത് തുന്നി. കണ്ടോ, ഇനിയിപ്പോൾ ഈ എക്സ്ട്രാ ഫാബ്രിക് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലോങ് സ്ട്രിപ്പ് കിട്ടും. ഡബിൾ വെൽ കോഡ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ തുന്നി വെച്ച സ്ട്രിപ്പിന് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ എക്സ്ട്രാ എൻഡങ്ങ് മുറിച്ച് കളയാം. ഇനി ഇതിൻ്റെ പകുതിയല്ല, പകുതിയിൽ നിന്ന് കുറച്ച് കുറവുള്ള ഡിസ്റ്റൻസിൽ ആദ്യത്തെ കോഡ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വെച്ച് നോക്കുക കേട്ടോ. ബിക്കോസ് നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന കോഡിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് വേണം ഈ ഫാബ്രിക്കിന് ചിലപ്പം നീളം വീതി കൂടുതൽ എടുക്കേണ്ടി വരും. ഞാൻ 3 ഇഞ്ചാണ് എടുത്തത്, പക്ഷെ കറക്റ്റായിട്ട് മുറിച്ചിട്ടില്ല. ആസ് യു ക്യാൻ സീ ഈ സ്ഥലങ്ങളിലൊക്കെ ഡിസ്റ്റൻസ് കുറവാണ്. അപ്പം ഇതെങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ തുന്നും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോഡ് ഇവിടെ തുന്നിക്കഴിഞ്ഞ് വച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി റാപ്പ് ചെയ്തിട്ട് ഇത് വെച്ച് ഇങ്ങനെ കവർ ചെയ്യും. അങ്ങനെയാണ് ഈ കോഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മുകളിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് സെക്കൻഡ് കോഡിൻ്റെ അടിയിലേക്ക് പോകാൻ ഫാബ്രിക് വേണം. അത് അല്ലാണ്ട് മുകളിൽ കവർ ചെയ്തിട്ട് നടുക്ക് കൂടിയാണ് അടിക്കുക. അപ്പോൾ ഇത്രയും കവർ ചെയ്യാനുള്ള ഫാബ്രിക്കിന് വീതി വേണം. അതാണ് 3 ഇഞ്ച് എടുക്കണം എന്ന് പറയുന്നത് മിനിമം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ മടക്ക്. ഓക്കെ, മടക്കിയിട്ട് നമ്മൾ ആസ് ക്ലോസ് ടു ദ കോഡിങ് പിന്നെ ചെയ്യുക. ഇത് ഇങ്ങനെ പിന്നെയെന്നേക്കാട്ടിലും എനിക്ക് മെഷീൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെയാനാണ് എളുപ്പം. എൻ്റെ അടുത്തുള്ള പഴയ സൂയി മെഷീനാണ്. ഇത് റെഗുലർ ഫൂട്ടാണ്, പക്ഷെ ഇതിന് റെഗുലർ ഫൂട്ടല്ല വേണ്ടത്. ആക്ച്വലി റെഗുലർ ഫൂട്ട് വേണം 2ാമത്തെ കോഡ് തുന്നുമ്പോൾ. ആദ്യത്തെ കോഡ് തുന്നാനായിട്ട് നമ്മൾ ജിപ്പർ ഫൂട്ടാണ് ഉപയോഗിക്കുക. ഇതാണ് ജിപ്പർ ഫൂട്ട്. ജിപ്പർ ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് തുന്നാം, ഈ സൈഡിൽ നിന്ന് തുന്നാം. ഇതാകുമ്പോൾ നടുക്കുന്ന മാത്രമേ തുന്നാൻ പറ്റുള്ളൂ. ജിപ്പർ ഫൂട്ട് ഇടാം. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, കണ്ട ഇങ്ങനെ സൈഡിൽ കൂടി തുന്നാൻ പറ്റും ജിപ്പർ ഫൂട്ട് ആയതുകൊണ്ട്. ഇങ്ങനെ എനിക്ക് ടൈറ്റ്നെസ് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ് പിന്നീത് പോകാനായിട്ട്. എല്ലാവർക്കും അറിയാം ബാക്കോട്ട് അടിക്കുന്നത് എങ്ങനെയാണ്.
ബാക്കോട്ട് പോയി. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റിച്ച് ഇപ്പം ചെയ്യേണ്ടത്. അപ്പോൾ കോഡിൻ്റെ ഒരു സൈഡ് റെഡിയായി അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിപ്പർ ഫൂട്ട് മാറ്റിയിട്ട് റെഗുലർ ഫൂട്ട് കയറ്റാം. ഇത് പറയാൻ മറന്നു കേട്ടോ, ബാക്ക് സൈഡിലാണ് അടിക്കേണ്ടത് നാച്ചുറലി, ബിക്കോസ് നമുക്ക് ഫ്രണ്ടാണല്ലോ വേണ്ട. അപ്പം ഇപ്പോൾ ഫാബ്രിക്കിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇവിടെ രണ്ടാമത്തെ നൂല് വയ്ക്കുക, എന്നിട്ട് കോഡ് വെച്ചിട്ട് ഇതിനെ ഉള്ളിലേക്ക് ടൈറ്റാക്കി ടൈറ്റായിരിക്കണം ഇത്, അതായത് ഇത് കവർ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഒരു പിന്ന് വെച്ച് ലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. പിന്നെ നടുക്ക് വയ്ക്കാം ഇവിടെ തുന്നുന്നു. ഓക്കെ, തുന്നി തുടങ്ങിയിട്ടില്ല, ഞാനത് കുറച്ച് പിന്ന് ചെയ്യും. ഇങ്ങനെ വെച്ച് പിന്ന് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും എളുപ്പം. കണ്ട, ഇത് ഉള്ളിലേക്ക് പോകണം, എന്നിട്ട് ഇത് കവർ ചെയ്യണം നടുക്ക് കൂടെ. സ്റ്റാർട്ട് ലോക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഡെഫിനറ്റ്ലി പൂരണം. തുന്നതിന് മുന്നേ ഇത് ഞാൻ നേരത്തെ ചെയ്തു തരണമെന്നാണ്. കണ്ടോ, നടുക്ക് കൂടി ആണ് തുന്നിയേക്കുന്നത്. ഇനിയിപ്പോൾ ഈ ബാക്ക് സൈഡിൽ ഈ എക്സ്ട്രാ ഫാബ്രിക് ആസ് ക്ലോസ് ടു ദ സ്റ്റിച്ച് നമ്മൾ മുറിച്ച് കളയണം. മുറിച്ച് കളയുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. കണ്ടോ, എക്സ്ട്രാ മുഴുവൻ മുറിച്ച് കളഞ്ഞു. ഇത് മാത്രമേ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനെ മടക്കി വെച്ചിട്ടാണ് ഗ്ലൂ ചെയ്യും. ഇത് ആദ്യം ഒരു ഉറപ്പിച്ച് വെച്ച് വെക്കുകയാണ്. ഇതാണ് ഞാൻ തുന്നിയത്, അളവെടുത്ത് തുന്നിയതാണ്. കണ്ടോ, ഇപ്പോൾ ഇത്തിരി ഓവർലാപ്പ് ഉണ്ട്. അപ്പോൾ വി ഹാവ് സം റൂം ടു വർക്ക് വിത്ത് ദിസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ അറ്റം വൃത്തിയാക്കുക. കണ്ട, ക്ലീൻ അറ്റമായി. ഇനി ഇത് ഓബ്വിയസ് അല്ലാത്ത സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ യൂഷ്വലി ചെയറിൻ്റെ ബാക്ക് റെസ്റ്റ് ആകുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഒന്നും ചെയ്യണ്ട, അത്ര അധികം ഗ്ലൂ വേണ്ട. അത് അധികം ഗ്ലൂ ആയി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്ത് വൃത്തിയാടാവും. ഹോട്ട് ഗ്ലൂ. ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ച് പോവുക. ചെയറിന് കുഷൻ തുടങ്ങുമ്പോഴും ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഐ ലൈക്ക് ടു സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇത് കണ്ട, എക്സ്ട്രാ ഗ്ലൂ ആയി കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പറിച്ച് റെഡിയാകും. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് യു എൻഡ് ഹിയർ. നമ്മൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു, ഞാൻ അളവ് നോക്കിയിട്ട് ഇവിടം വരെ ഒട്ടിച്ച് വരും. എന്നിട്ട് കറക്റ്റ് അളവ് നോക്കി ഇത് മുറിച്ച് അവിടെ ഒട്ടിച്ച് വെക്കണം. സാധാരണ ഇതിലും പെർഫെക്റ്റായി വരുന്നതാണ്. ഇവിടുത്തെ ഈ ചുളുക്കുകൾ കണ്ടോ, അത് മറ്റേ ചേർന്ന് കുറച്ചുകൂടി കൂടുതലാണ്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തുന്നിയപ്പോൾ ഈ ഒരു സാധനം റോൾ ചെയ്തപ്പോൾ ഇത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അത് ഈ തുണിക്ക് കട്ടിയുണ്ട്. അപ്പം ആ കട്ടിയുള്ള തുണി കേബിൽ വരുമ്പം വല്ലാണ്ട് ചുളുങ്ങുക വിത്ത് ദാറ്റ് എക്സ്ട്രാ സ്പേസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെയൊക്കെ നോക്കിയേ, ഇതൊക്കെ കറക്റ്റാകുന്ന വേണ്ട. സെയിം തിങ്, ഈ ഇതേ സ്പേസ് ഇട്ടിട്ട് ഞാൻ ഇവിടെ തുന്നിയേക്കുന്നത്. പക്ഷേ വളവ് വന്നപ്പം ആ കട്ടിയുള്ള തുണി യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഡ്രോബാക്ക് ഇതാണ്. നമ്മൾ ഇത് ഫിനിഷ് ചെയ്യുന്ന കാണിച്ചു തരാം. ഞാൻ ഇവിടെ വരെ ഹോട്ട് ഗ്ലൂ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി എക്സ്ട്രാ എപ്പോഴും എക്സ്ട്രാ എടുക്കണം, അല്ലെങ്കിൽ അവസാനം തികയാണ്ട് വരും ഇവിടെ. അപ്പോൾ ഇതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് മേക്ക് എ ക്ലീൻ കട്ട്. ഇതിൻ്റെ അറ്റത്തും കുറച്ച് അധികം വേണ്ട, ഞാൻ പറഞ്ഞ പോലെ പുറത്തേക്ക് ചാടും. ഇനി പതുക്കെ ഞാൻ പറഞ്ഞില്ലേ ചാടി പുറത്തേക്ക്. ദാറ്റ്സ് ഓക്കെ, കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഈ ഫാബ്രിക് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം വെച്ചിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്യുക. സ്റ്റെയിൻ പ്രൊട്ടക്ടറാണ്. ഞാനിത് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട് ഭയങ്കര ഫാനാണ് ഇതിൻ്റെ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ലൈറ്റ് കോട്ട് 2 കോട്ട് അടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ട്രൈ. ഹോപ്പ്ഫുള്ളി അതങ്ങനെ ലൈറ്റ് കളർ ആയതുകൊണ്ട് സ്റ്റെയിനിങ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന വിചാരിക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെയർസ് ഫിനിഷ്ഡായി. ഞാനത് ഒന്നിൻ്റെ ബാക്കും മറ്റേ ഫ്രണ്ടും കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് ചെയർസ്. ഞാൻ ആലോചിക്കുന്നുണ്ട് 3ാമത്തെ തവണ ആണ് ഞാനത് റീഅപ്പോൾസ്റ്റർ ചെയ്യുന്നത്. ഇനി മിക്കവാറും ഇത് ഈ ഒരു ഉദ്യമത്തിന് എനിക്ക് ഈ കസേരയിൽ ചെയ്യാനുള്ള ആംബിയർ ഉണ്ടോ എന്നറിയില്ല. എനിവേസ്, ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഇത് ബാക്കിൽ കണ്ട ഫാബ്രിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആ ഡ്രാഗൺ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ കണ്ട എൻ്റെ വാല് തല അത്ര ഒപ്പിക്കാൻ പറ്റുമല്ലോ.
ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വൈകാതെ തന്നെ വേറെ വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.